എല്ലാവർക്കും ന്യൂസ് ഫെസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിന്റെ ആകാശമുട്ടെ സഞ്ജു സാംസൺ എന്ന പേര് ഒരു പ്രകമ്പനമായി മാറുമ്പോൾ ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ സിംഹാസനത്തിൽ ആ മലയാളി താരം പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് എന്ന കിരീടമണിഞ്ഞു നിൽക്കുമ്പോൾ അത് കേവലം ഒരു കളിക്കാരന്റെ വിജയമായിരുന്നില്ല, മറിച്ച് തന്റെ മകന്റെ സ്വപ്നത്തിനു വേണ്ടി സ്വന്തം സർക്കാർ ജോലി പോലും തൃണവൽഗണിച്ച ഒരച്ഛന്റെ അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ലോകത്തിന്റെ പരിഹാസങ്ങൾക്കും അവഗണനകൾക്കും മുന്നിൽ മകനെ തളരാതെ കാത്ത ഒരമ്മയുടെ കണ്ണീരിന്റെയും മഹാവിജയമായിരുന്നു അത്. ആ ചരിത്ര നിമിഷത്തിൽ സഞ്ജുവിന്റെ മാതാപിതാക്കളായ സാംസൺ വിശ്വനാഥും ലിജി വിശ്വനാഥും നടത്തിയ ആ ആദ്യത്തെ വൈകാരിക പ്രതികരണം ഇന്ന് ഭാരതത്തെ മുഴുവൻ കരയിപ്പിക്കുകയാണ്. സ്റ്റേഡിയത്തിലെ ലക്ഷക്കണക്കിന് കാണികൾ ആർത്തലയ്ക്കുമ്പോൾ VIP സ്റ്റാൻഡിലിരുന്ന് തന്റെ മകന് സുവർണ ട്രോഫി ഉയർത്തുന്നത് കണ്ട സാംസൺ വിശ്വനാഥിന്റെ കണ്ണുകളിൽ നിന്ന് വർഷങ്ങളുടെ വേദനയും പ്രയത്നവും ഒരു പ്രളയം പോലെ ഒഴുകിപ്പരന്നു. ഡൽഹിയിലെ ചുട്ടുപൊള്ളുന്ന വേനലിൽ തിരക്കേറിയ ബസ്സുകളിൽ സഞ്ജുവിന്റെ ഭാരമേറിയ കിറ്റ് ബാഗും ചുമലിലേറ്റി പരിശീലനത്തിന് കൊണ്ടുപോയിരുന്ന ആ പഴയ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തിരതല്ലി. ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിളിന്റെ മകൻ സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ആകാൻ പോകുകയാണോ എന്ന് ചോദിച്ചു കളിയാക്കിയവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയായിരുന്നു ആ നിമിഷം. മാധ്യമങ്ങൾ അദ്ദേഹത്തെ വലഞ്ഞപ്പോൾ വിറയ്ക്കുന്ന ശബ്ദത്തോടെ അദ്ദേഹം പറഞ്ഞു, "ഇന്നെന്റെ ജീവിതം പൂർണ്ണമായിരിക്കുന്നു. എന്റെ സർക്കാർ ജോലിയേക്കാൾ വലിയ ലക്ഷ്യമായിരുന്നു സഞ്ജുവിന്റെ വിജയം." സഞ്ജുവിന്റെ കൈകളിലിരിക്കുന്ന ഈ ലോകകപ്പും കഴുത്തിലെ ഈ സ്വർണ്ണ മെഡലും കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾക്ക് നേരെ എറിയപ്പെട്ട ഓരോ വിഷലിപ്തമായ ചോദ്യങ്ങൾക്കുമുള്ള കനത്ത മറുപടിയാണ്. ടീമിൽ നിന്ന് അന്യായമായി പുറത്താക്കപ്പെടുമ്പോൾ ഇരുട്ടുമുറിയിൽ തനിയെ ഇരുന്നിരുന്ന സഞ്ജുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ ഉറങ്ങിയിരുന്നില്ല, പക്ഷെ അവൻ ആരോടും പരാതിയും പറഞ്ഞില്ല. ഒരു സാധാരണക്കാരന്റെ മകനും ലോകം കീഴടക്കാമെന്ന് ഇന്നെന്റെ മകൻ തെളിയിച്ചിരിക്കുന്നു. സഞ്ജുവിന്റെ അമ്മ ലിജി വിശ്വനാഥ് തന്റെ സാരിത്തുമ്പുകൊണ്ട് ആനന്ദ കണ്ണീർ തുടയ്ക്കുമ്പോൾ അവരുടെ വാക്കുകളിൽ മാതൃത്വത്തിന്റെ അഭിമാനം തുടിക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യമില്ലാത്തവനെന്ന ലോകം അവനെ ആക്ഷേപിച്ചപ്പോൾ ഞാൻ അവനെ നെഞ്ചോട് ചേർത്തു. അവൻ വീട്ടിൽ വരുമ്പോൾ ഉള്ളിൽ സങ്കടമുണ്ടെങ്കിലും എന്നെ ആശ്വസിപ്പിക്കാൻ ചിരിച്ചുകൊണ്ട് പറയുമായിരുന്നു, "അമ്മേ, ദൈവത്തിന്റെ അടുത്ത് നീതി നടപ്പിലാക്കാൻ വൈകിയേത്തേക്കാം, പക്ഷേ ഒരിക്കലും നീതി നിഷേധിക്കപ്പെടില്ല" എന്ന്. ഇന്ന് ആ 10 വർഷത്തെ തപസ് സഫലമായിരിക്കുന്നു. അവനിന്നെന്റെ മകൻ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ അഭിമാനമാണ്. തന്റെ അനിയനുവേണ്ടി സ്വന്തം ക്രിക്കറ്റ് കരിയർ തന്നെ ത്യാഗം ചെയ്ത മൂത്ത സഹോദരൻ സാലി സാംസണെയും അവർ നന്ദിയോടെ ഓർത്തു. ഈ ടൂർണമെന്റിൽ 321 റൺസും 24 പടുകൂറ്റൻ സിക്സറുകളും പറത്തി ലോകത്തെ വിസ്മയിപ്പിച്ച സഞ്ജു ഇത്രയും ഉയരത്തിലെത്തിയിട്ടും ഇന്നും ഡൽഹിയിലെ തെരുവുകളിൽ കിറ്റ് ബാഗും തൂക്കി ബസ് കാത്തുനിന്നിരുന്ന അതേ എളിയ സ്വഭാവക്കാരനായി തുടരുന്നു എന്നതാണ് ഈ വിജയത്തേക്കാൾ വലിയ നേട്ടമെന്ന് സാംസൺ വിശ്വനാഥ് കൂട്ടിച്ചേർത്തു. ഈ വിജയം കേരളത്തിന്റെ മണ്ണിനും സഞ്ജുവിനെ വിശ്വസിച്ച ഗുരുക്കന്മാർക്കുമാണ് അവർ സമർപ്പിക്കുന്നത്. സഞ്ജുവിന്റെ മാതാപിതാക്കളുടെ ഈ ഹൃദയഭേദകമായ വാക്കുകൾ തെളിയിക്കുന്നത് ഒരു വലിയ വിജയത്തിനു പിന്നിൽ ഒരു കുടുംബത്തിന്റെ വർഷങ്ങൾ നീണ്ട വനവാസം ഒളിച്ചിരിപ്പുണ്ടെന്നാണ്. ഈ പോരാട്ടം വെറുമൊരു ക്രിക്കറ്റ് കളിയല്ല, മറിച്ച് തളരാത്ത മനക്കരുത്തിന്റെയും കുടുംബ ബന്ധങ്ങളുടെയും ലോകവിജയമാണ്. സഞ്ജുവിന്റെ അച്ഛൻ അന്ന് ജോലി ഉപേക്ഷിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടമായിരുന്നു. സഞ്ജുവിന്റെ ഈ ഐതിഹാസിക വിജയത്തെക്കുറിച്ച് നിങ്ങൾക്കെന്തു തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ "പ്രൗഡ് പേരൻസ്, റെസ്പെക്ട് ഫോർ സഞ്ജു" എന്നെഴുതി പങ്കുവയ്ക്കൂ. സഞ്ജുവിന്റെ ഈ വിജയത്തിൽ നിങ്ങൾക്കും അഭിമാനമുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.